ഈ ഒരാഴ്ചക്കിടയിലുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും വലിയ വിവാദങ്ങളാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആദ്യം പറഞ്ഞു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇല്ല എന്ന്. പിന്നീട് പറയുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന്. ഏറ്റവും അവസാനം സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി. ഇപ്പോൾ മാധ്യമങ്ങൾ പറയുകയാണ് സുരേഷ് ഗോപി മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി മൗനം പാലിക്കുന്നത്? സുരേഷ് ഗോപി മൗനം പാലിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം ഇന്നലെ ഒരു വാക്ക് പറഞ്ഞു. ചിലപ്പോൾ ഒരൊറ്റ വാക്കിൽ ഒരു അർത്ഥസാഗരം തന്നെ നിറഞ്ഞിരിക്കും. അദ്ദേഹം പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും നന്ദി. മതിയല്ലോ, തീർന്നല്ലേ. കാരണം എങ്ങനെ ഇദ്ദേഹത്തിനെ കൊടുക്കാം എന്ന് നോക്കി മൈക്കും പിടിച്ചുകൊണ്ട് നടപ്പാണ് ചില മാധ്യമപ്രവർത്തകർ. ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ തടസ്സമായിട്ട് നിന്ന ഒരു മാധ്യമപ്രവർത്തകർ ആണാണോ പെണ്ണാണോ എന്ന് പോലും നോക്കാതെ അതിനെയൊന്നും മാറ്റി നിർത്താൻ വേണ്ടി അങ്ങോട്ട് സ്വന്തം മകളെന്നതുപോലെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ആ കുട്ടിക്ക് പരാതിയില്ലായിരുന്നു. അതിൻ്റെ എഡിറ്റോറിയൽ ഓഫീസ് അതൊരു പരാതിയായി. സ്റ്റോറി ചമയ്ക്കുക എന്നുള്ളതാണല്ലോ, സ്റ്റോറി കുക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ മീഡിയ ഹൗസിൻ്റെ ചുമതല. അത് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ഓഫീസിൻ്റെ ബുദ്ധിശാലകളിൽ നിന്ന് അത് കഥയാക്കി എടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി കഥ മെനഞ്ഞുണ്ടാക്കി. സിനിമ രംഗത്ത് എത്രയോ സുന്ദരികൾ അദ്ദേഹത്തിനുമായിട്ട് അടുത്തിടപെട്ടിട്ടുണ്ട്. ഒരൊറ്റയാൾ ഇന്ന് വരെ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. സിദ്ദിഖിനെതിരെ വന്നിട്ടുണ്ട്, മുകേഷിനെതിരെ വന്നിട്ടുണ്ട്. ഈ രംഗത്ത് അപൂർവം ചിലവർ മാത്രമേ ഈ പരാതിക്ക് അതീതരായിട്ടുള്ളൂ. അതിലൊരാളാണ് സുരേഷ് ഗോപി. മാന്യമായിട്ട് സ്ത്രീകളോട് ഇടപെടുന്ന, അതിൽ മിതത്വം പാലിക്കുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളാണ്, സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാൾ. അത്ര ഈ ഒരു അതുപോലൊരു വ്യക്തിത്വം അവകാശപ്പെടാവുന്ന അധികം പേരൊന്നുമില്ല മലയാളത്തിൽ. അതിലെയാണ് ഒരു മൈക്കും കൊണ്ട് നടക്കുന്ന, ഇതുവരെ എനിക്ക് പേര് പോലും അറിയില്ല, അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകർ. അദ്ദേഹത്തിൻ്റെ മകളാവാൻ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അതിനെ സമർത്ഥമായിട്ടൊരു സ്റ്റോറിയാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി അധാർമികമായിട്ടുള്ളൊരു കഥ രചിച്ചത് പോരെ. അദ്ദേഹത്തിന് ഈ മാധ്യമപ്രവർത്തകരോടുള്ള ഉള്ളിലൊരു രോഷം, അതൊരു സിംഹമൗനം പോലുള്ളൊരു മൗനമാണ്, അല്ല സിംഹഗർജനമാണ് ഇതുവരെ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ സിംഹമൗനമാണ് എന്ന് മാത്രമാണ്. വേട്ടയാടാൻ മൈക്കും കൊണ്ടിറങ്ങി അദ്ദേഹത്തെ അങ്ങ് വളയുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ, സഞ്ചാര സ്വാതന്ത്ര്യത്തെ എല്ലാം നിഗനിച്ചുകൊണ്ട് വഴി കയറി അങ്ങ് കൂടി നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകർ. എന്തെങ്കിലും ഒന്ന് പ്രകോപിച്ച് വായിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സുരേഷ് ഗോപിക്കെതിരെ, BJPക്കെതിരെ ഒരു സ്റ്റോറിയാക്കി ചമയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ബുഭുക്ഷുക്കളായിട്ടുള്ള മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അതിനെന്തിനാ പ്രതികരിക്കാൻ പോകുന്നു? പ്രതികരിക്കേണ്ടിടത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുമുണ്ട്. ഈ സോന എൽദോസിൻ്റെ വീട്ടിൽ പോയ അപൂർവം ചില രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ്. അതൊരു സന്ദേശമാണ്, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട്, ഞങ്ങൾ ഇതിൻ്റെ ഇരകളാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് കപട കഥയല്ല, അത് ജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ് എന്നുള്ളതിൻ്റെ. അദ്ദേഹം എന്തായാലും മാധ്യമങ്ങൾ പറയും പോലെ വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ബോഡി ലാംഗ്വേജ്. അതെ, തൃശ്ശൂരിൽ വരുന്നു, BJP പ്രവർത്തകരെ സന്ദർശിക്കുന്നു, പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിക്കുന്നു, ഓഫീസിൽ പോകുന്നു, പിന്നീട് ലൗകികാതിന് ഇരയായ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു, കന്യാസ്ത്രീകളുടെ വീട്ടിൽ പോകുന്നു. ഒറ്റ ദിവസമാണ്, ഒരു പകൽ കൊണ്ട് ഇത്രയും സ്ഥലങ്ങളിൽ ഓടിയെത്തി ചെയ്യേണ്ടത് ചെയ്യുന്നു, സംസാരിക്കേണ്ടവരോട് സംസാരിക്കുന്നു, സംസാരിക്കേണ്ടവരോട് സംസാരിക്കുന്നില്ല. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണമെന്ന്. മാധ്യമപ്രവർത്തകരെ അങ്ങനെ ഭയക്കണം. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം ആ നിലവാരത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൗനമാണ് വാക്കുകളേക്കാൾ വാചാലം. മൗനം വാചാലമാണ്, അതുപോലെ തന്നെ അർത്ഥഗർഭവുമാണ്. രാജീവ് ചന്ദ്രശേഖർ അർത്ഥമിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. വ്യാജ പ്രചാരണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ്, BJPക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയെ വളഞ്ഞിട്ടവരാക്രമിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഒരു ഭരണ നേട്ടവും ഉണ്ടാക്കാത്ത ഗവൺമെൻറ്റിൻ്റെ ശ്രമമാണ്. എന്ന് മാത്രമല്ല, ശ്രീജിത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്കെതിരെ വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ധാരാളം ലൈക്കുകളും കമൻറ്റുകളും വരുന്നുണ്ട്. അത്
എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ അപമാനിക്കുക, കുടുംബത്തെ അപമാനിക്കുക, കുടുംബത്തെ അപമാനിക്കുക, ഇതൊരു അജണ്ടയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഹിന്ദു അത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായി വർഗീയത വിഷം കലർത്താനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരു വിഭാഗം. വളരെ ശക്തമായിട്ട് ആ ഒരു വലിയ സംഘടിതമായിട്ട് ശ്രമങ്ങളെ ഭയക്കുന്നവരാണ് മാതൃഭൂമിയും മനോരമയും പോലുള്ള മുഖ്യധാരാ പത്രങ്ങൾ. അവർക്കറിയാം ഈ വെറും ഇതൊരു ഓട്ടക്കാലണയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളത്. അതൊക്കെ വളരെ നിയമാനുസൃതമായിട്ടാണ് പോൾ ചെയ്തതെന്ന് അവർക്കറിയാം. ഇതിനെ ഒരു ഗംഭീരമായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഒന്നായിട്ട് കാണുകയാണ്. ഒരു അമേത്തിയിലും റായ്ബറേലിയും ഒക്കെ ഇങ്ങനെ പണ്ട് ഇവരെ മാധ്യമപ്രവർത്തനം തുടങ്ങുമ്പോൾ പോലും ഇങ്ങനെയായിരുന്നു സ്ഥിതി. നിയമലംഘനമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ചില അപാകങ്ങളുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ ആ പ്രക്രിയയിൽ ചില അലകും പിടിയും മാറ്റേണ്ടതായിട്ട് വരും. അതെല്ലാവരും കൂടി കൂടിയിരുന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇത് വോട്ട് ചോർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അപക്വമായിട്ടുള്ള ഒരു റിയാക്ഷനാണ്. വോട്ട് ചോർ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കള്ളൻ എന്ന് വിളിക്കുക. പണ്ട് രാജീവ് ഗാന്ധി ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി ചോർ ഹൈ, ഗലി മേൻ ചോർ ഹൈ, രാജീവ് ഗാന്ധി ചോർ ഹൈ. പക്ഷേ അതിന് അടിസ്ഥാനപരമായ വസ്തുതകളുണ്ടായിരുന്നു. ബൊഫോഴ്സ് അതിൽ ആയുധ ഇടപാടിൽ സോണിയാഗാന്ധിയുടെ ഒരു ബന്ധുവിന് ഒക്ടേവിയോ കോട്രോച്ചിക്ക് കോടികൾ കമ്മീഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. സത്യമാണ്, നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഒക്ടേവിയോ കോട്രോച്ചിക്ക് ഇന്ത്യയിൽ നിന്നും പോകാനുള്ള വഴി തുറന്നു കൊടുത്ത ആ കുടുംബത്തിലെ അംഗമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കള്ളൻ. നാളെ സുപ്രീം കോടതിയെ ഇവർ കള്ളൻ എന്ന് വിളിക്കും, രാഷ്ട്രപതിയെ കള്ളി എന്ന് വിളിക്കും. ജനാധിപത്യത്തെ തകർക്കാനുള്ള ജോർജ് സൊറോസിൻ്റെ ശ്രമമാണ് ഇവരുടെ നടപടികളിലൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മറ്റു സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ ഇടതു വലതു മുന്നണികൾ അല്ലെ കോട്ടയായി വച്ചിരുന്ന ഒരു പ്രദേശത്തേക്ക് കടന്നു കയറിയതായിരിക്കും അല്ലേ ഈ സുരേഷ് ഗോപിയെ നിരന്തരം വേട്ടയാടാനുള്ള വേട്ടമൃഗമായി ഇവർ കണ്ടിരിക്കുന്നത്. അവരുടെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റി. കാരണം കേരളത്തിൽ താമര വിരിയിക്കില്ലെന്ന് രണ്ടുപേരും കൂടെ ശപഥമെടുത്തുകൊണ്ട് ശപഥപത്രത്തിൽ ഒപ്പിട്ടുകൊണ്ട് ശ്രമിച്ചതാണ്. രണ്ടുപേരും കൂടെ കൂടി സുരേഷ് ഗോപിയെ ഇവിടെ മെരുക്കി അദ്ദേഹത്തിൻ്റെ കെട്ടിവെച്ച തുക നഷ്ടപ്പെടുത്താണ്. ജനങ്ങളത് പൊളിച്ചു. വിജയിച്ചു. തൃശ്ശൂരിലെ വോട്ടർമാർ അത് മനസ്സിലാക്കിക്കൊണ്ട് തൂത്തെറിഞ്ഞുകൊണ്ട് പുല്ലുപോലെ വില കൽപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു. ഇപ്പോൾ ഇവർ നടത്തുന്ന ഈ അപമാനനം സുരേഷ് ഗോപിയോടല്ല, തൃശ്ശൂരിലെ വോട്ടർമാരോടാണ്. ഇവർക്കൊരു തെളിവുമില്ല കള്ളവോട്ട് ഏതെങ്കിലും ചെയ്തു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്. അതുപോലെ പേരുണ്ടതാ നിങ്ങളുടെ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പട്ടിക, 20 പേരുള്ള ഒരു പട്ടിക മണ്ണാറശാലയുണ്ട്. അതുപോലെ ഒന്ന് ചെന്നിത്തലയിലുമുണ്ട്. രണ്ടും 2 മണ്ഡലങ്ങളാണ്, ഒന്ന് ഹരിപ്പാട്, ഒന്ന് ചെങ്ങന്നൂർ. അപ്പോൾ സുരേഷ് ഗോപിക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ ഇവിടെ? സുരേഷ് ഗോപിയെ മാത്രം നിങ്ങൾ വളഞ്ഞിട്ട് പിടിക്കാൻ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ തെറ്റ് തിരുത്തൂ. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ പോലെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കൂ. സത്യവാങ്മൂലം, ശപഥപത്രം തയ്യാറുണ്ടോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്കറിയാം. കള്ളം പ്രചരിപ്പിക്കുകയാണ്. പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ജയിക്കാം എന്ന് വിചാരിക്കുന്ന കള്ളന്മാരോട്, അവരുടെ ഏജന്റുമാരോട് സംസാരിക്കേണ്ട ആവശ്യം സുരേഷ് ഗോപിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അങ്കമാലിയിലെ കന്യാസ്ത്രീയുടെ വീട്ടിൽ, സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിൽ പോയി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കേസാണ്. അവർ പറഞ്ഞു ഇടപെടണം, കോടതിയുടെ പരിഗണനയാണ്ട് ഇടപെടാൻ പറ്റുകയില്ല, പക്ഷേ വേണ്ട നിയമസഹായങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഛത്തീസ്ഗഡ് വിഷയത്തിൽ മൗനമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പത്രക്കാരുടെ മുമ്പിൽ അല്ല അദ്ദേഹം മൗനം തുറക്കുന്നത്, ഇരകളുടെ വീട്ടിലാണ്. പത്രക്കാരോടെല്ലാം പറഞ്ഞുകൊള്ളണമെന്നൊന്നും ഭരണഘടനയിൽ അനുശാസിക്കുന്നില്ല. അങ്ങനെ പത്രക്കാരോട് പറഞ്ഞെങ്കിൽ മാത്രമേ സമ്മതിക്കൂ എന്നുള്ളത് നിങ്ങളുടെ സമ്മതം വേണ്ടപ്പാ. തൃശ്ശൂരുടെ വോട്ടർമാരുടെ സമ്മതം മതി, അവരുടെ സമ്മതപത്രം മതി. അതിപ്പോഴും അചഞ്ചലമായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് അതിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പൂർവാധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കും. ഇപ്പോൾ 75,000 വന്നിട്ടുള്ളൂ. ഇനി 1,00,000-ത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിക്കും. കുടുംബാംഗങ്ങളും ഈ പറഞ്ഞ പേരുകളൊക്കെ അവർ വോട്ട് ചെയ്തേ ഇല്ലെങ്കിലും സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ വിജയിപ്പിക്കും. അവരെ ഇങ്ങനെ ഇട്ട് അപമാനിക്കരുത്.